ഹലോ ഗായ്സ്, അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വേറെ ഒന്നുമല്ല, നാളെ രാവിലെ നടക്കുന്ന നമ്മുടെ ഇംഗ്ലണ്ട് വിസ് മെക്സിക്കോ അടിപൊളി എന്ന് പറഞ്ഞാൽ ഇത്രയും അവിശ്വസനീയമായ ഒരു കളി നടക്കാൻ പോകുന്നത് നാളെയായിരിക്കും. നല്ല പൊമ്പൻ പോരാട്ടമാണ് നടക്കുന്നത്. മെക്സിക്കോയുടെ ഹോം ഗ്രൗണ്ടിൽ തന്നെയാണ് നടക്കുന്നത്. അത് അവരുടെ പ്ലസ് പോയിന്റ് തന്നെയാണ്. നല്ല എന്താ പറയുക, കാത്തിരിക്കുന്ന കളിയായിരിക്കും. ഇംഗ്ലണ്ടിൻ്റെ കടുത്ത വെല്ലുവിളി തന്നെയായിരിക്കും നമ്മുടെ മെക്സിക്കോ. ഇംഗ്ലണ്ട് ഒരു പ്രാവശ്യമാണ് അവർ വേൾഡ് കപ്പ് നേടിയിട്ടുള്ളത്, 1966. അതിനുശേഷം അവർ വേൾഡ് കപ്പ് നേടാൻ വേണ്ടി നല്ലൊരു അവസരം തന്നെയായിരുന്നു ഈ തവണ. അത് മെക്സിക്കോയിൽ ഒന്ന് തട്ടി തെറിച്ച് പോകുമോ എന്ന് നമുക്ക് നോക്കാം. നാളെ രാവിലെ നടക്കുന്ന മെക്സിക്കോ വിസ് നമ്മുടെ ഇംഗ്ലണ്ടിൻ്റെ മത്സരത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മുടെ പ്രഡിക്ഷനും എല്ലാം ഇതിൻ്റെ തന്നെ ഉണ്ടാവും. അപ്പോൾ മെക്സിക്കോനെക്കുറിച്ചും ഈ സ്റ്റേഡിയത്തെക്കുറിച്ചും പറയുകയാണെങ്കിൽ, സ്റ്റേഡിയം നമ്മുടെ എന്താ പറയുക, ഈ മെക്സിക്കോൻ്റെ ഹോം ഗ്രൗണ്ട് തന്നെയാണ്. അതുമാത്രമല്ല, അവരുടെ ആ ഗ്രൗണ്ടിൻ്റെ പേര് അസ്റ്റിക്ക എന്നുള്ള ആണ്. അസ്റ്റിക്കയുടെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇവിടെ അവർ 89 മത്സരങ്ങളോളം കളിച്ചിട്ടുണ്ട്. പക്ഷേ ആകെ തോറ്റത് വെറും 2 എണ്ണത്തിൽ മാത്രമാണ്. അതുമല്ല, നമ്മുടെ വേൾഡ് കപ്പിൻ്റെ 2 മത്സരങ്ങൾ അവിടെ നടന്നിട്ടുണ്ടെങ്കിലും അത് രണ്ടും അവർ വിജയിച്ചിട്ടുമുണ്ട്. അതായത് ആ ഹോം ഗ്രൗണ്ടിനെ അവരെ സംബന്ധിച്ചോളം വളരെയധികം എന്താ പറയണേ, സപ്പോർട്ടീവും വളരെ ഭാഗ്യ ഗ്രൗണ്ട് എന്നൊക്കെ പറയുന്ന ഒരു ഗ്രൗണ്ടാണ് മെക്സിക്കോൻ്റെ അവരുടെ ഹോം ഗ്രൗണ്ട്. ഇവർ ലാസ്റ്റാണ് ഇക്വഡോറിനെ 2-0 പൊട്ടിച്ചിട്ടാണ് അവർ വന്നിരിക്കുന്നത്. ഇംഗ്ലണ്ട് ആണെങ്കിലും നമ്മുടെ കോങ്കോവിനെതിരെ 1-2 അവർ ഒന്നിൽ പുറകെ നിന്നിട്ട് 2 ഗോൾ നമ്മുടെ ഹാരി കെയ്ൻ, നമ്മുടെ സൂപ്പർ താരം അടിച്ച് കയറ്റിയാണ് അവരുടെ വിജയപ്രതീക്ഷകളെല്ലാം നൽകിയാണ് ഇംഗ്ലണ്ട് തിരിച്ച് ഗ്രൂപ്പിലെ ചാമ്പ്യന്മാരായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ 2 പേർ തമ്മിൽ, അത് ഇംഗ്ലണ്ടും നമ്മുടെ മെക്സിക്കോയും തമ്മിലുള്ള എന്താ പറയുക, അടിപൊളി എന്നൊന്നും പറഞ്ഞാൽ പോരാ, കിടിലം മത്സരം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ വിജയം ആർക്കൊപ്പം നിൽക്കും എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും നമ്മുടെ പ്രഡിക്ഷൻ നമ്മൾ പറയും, മുകളിലിരിക്കുന്ന ആൾ കേട്ട് അതിനനുസരിച്ച് ചെയ്യും. അവർ നന്നായിട്ട് കളിക്കുമ്പോൾ അവർക്ക് കിട്ടും. പക്ഷേ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവില്ല ഓരോ ടീമിനെ കുറിച്ചും, ഇന്നയാൾ വിജയിക്കും ഇന്നയാൾ തോക്കും എന്നുള്ളതിൽ. ഓരോ പ്രഡിക്ഷനും എല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇനി ഓരോ ടീമുകളെ കുറിച്ച് നോക്കാം. അവരുടെ നെഗറ്റീവും അവരുടെ ഒരു പ്ലസ് പോയിൻറ്റും നെഗറ്റീവും എല്ലാം നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഓക്കെ, അങ്ങനെ ഇംഗ്ലണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇംഗ്ലണ്ട് 1966 ശേഷം ആദ്യമായി നമ്മൾ വേൾഡ് കപ്പ്, ഒരു പ്രാവശ്യമാണ് അവർക്ക് വേൾഡ് കപ്പ് കിട്ടിയിട്ടുള്ളൂ. അതിന് തിരിച്ചു പിടിക്കാൻ അവർ നടത്തുന്ന വേൾഡ് കപ്പാണിത്. ഇതിനു മുന്നേ അവർ 2018 പിന്നെ വേറെ ഏതൊരു വർഷം കൊണ്ട് സെമി ഫൈനലിലാണ് അവരാകെ എത്തുന്നത്. അതുമാത്രമാണ് അവരുടെ ഏറ്റവും ഉയർന്ന സ്റ്റേജ് നമ്മൾ വേൾഡ് കപ്പിൽ അവരെ ഇംഗ്ലണ്ടിന് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഇംഗ്ലണ്ടിൻ്റെ മെയിൻ താരങ്ങൾ തന്നെ നമുക്ക് പറയാം ഹാരി കെയ്നാണ്. ഹാരി കെയ്നും നമ്മുടെ എന്താ പറയുക, ജൂഡ് ബെല്ലിംഗാമുമാണ് ഏറ്റവും നല്ല താരങ്ങൾ. അവരുടെ എല്ലാം നല്ല അടിപൊളി താരങ്ങളാണ്. പക്ഷേ എന്ന് വെച്ചാൽ സൂപ്പർ താരങ്ങൾ എന്ന് പറയുന്നവരാണ്. പിന്നെ ഇവരുടെ മെയിൻ തലവേദന എന്ന് എനിക്ക് തോന്നുന്നത്, അവരുടെ കോച്ചിന് കുറേ പരിക്കുകളുണ്ട്. നമ്മുടെ ജെയിംസ് കൊൻസ എന്നിവരെയൊക്കെ പരിക്കാലിട്ടുന്നു. പിന്നെ ബുക്കായയുടെ ഫിറ്റ്നസ്സും ശരിക്കും ആശങ്കയാണ് നമ്മുടെ ഇംഗ്ലണ്ടിൻ്റെ കോച്ചിന് നൽകുന്നത്. പക്ഷേ എന്ന് വെച്ച് മത്സരം വിജയിച്ചേ പറ്റൂ. അതിന് എന്ത് വില അവർ കൊടുക്കും. കാരണം വെച്ചാൽ ഇനിയൊരു പരാജയം, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു കഴിഞ്ഞ 2 വർഷം മുമ്പ് കിട്ടിയ ഒരു സെമി ഫൈനൽ പോലെ തന്നെ അടുത്തേക്ക് കടക്കാൻ ഒരു അവസരമാണ് അവർക്ക്. അത് അവരെത്രത്തോളം നന്നായി കളിക്കും എന്ന് നമുക്ക് നോക്കാം. കാരണം മെക്സിക്കോ ഹോം ഗ്രൗണ്ടിലാണ് കളിക്കുന്നത്. അത് തന്നെയാണ് അവരുടെ മികച്ച ഒരു എന്താ പറയുക, ഒരു ഇംഗ്ലണ്ടിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യമായിട്ടും എനിക്ക് തോന്നുന്നത് അവരുടെ ഹോം ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ട് തന്നെ അവരുടെ ഭാഗിക. അങ്ങനെ മെക്സിക്കോനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മെക്സിക്കോ ആതിഥേയരായ മെക്സിക്കോ എന്ന് പറയുന്നത് അവരുടെ നാട്ടിലാണ് കളി നടക്കുന്നത്. അവർ ഒരു മത്സരത്തിലും, അതായത് ഗ്രൂപ്പ് മത്സരത്തിലും ഇതുവരെ മത്സരത്തിൽ ഒരു ഗോൾ വഴങ്ങാതെയാണ് അവർ വന്നിരിക്കുന്നത്. അത് നല്ല ഗ്രൂപ്പ് മത്സരത്തിലെല്ലാം ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി 9 പോയിൻ്റ് കൂടിയാണ് അവർ എ ഗ്രൂപ്പിൽ നിന്ന് അവർ വിജയിച്ച് കയറിയത്. അതേപോലെ തന്നെ അവസാന മത്സരത്തിൽ ഇക്വഡോറിനെ 2-0 തോൽപ്പിച്ചത്. അങ്ങനെയാണ് 16ലേക്ക് യോഗ്യത നേടിയത്. നമ്മുടെ ജൂലിയൻ കെൻസയും റൗളും മെക്സിക്കോയ്ക്കാണ് ഗോൾ നേടിയത്. 1990 ശേഷം ആദ്യമായാണ് ഒരു വേൾഡ് കപ്പിലെ 4 മത്സരങ്ങളും ഗോൾ വഴങ്ങാതെ വിജയിക്കുന്നത്. നമ്മുടെ എന്താ പറയുക, മെക്സിക്കോ അങ്ങനെ നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു ടീമല്ല അവർ ശരിക്കും കറുത്ത കുതിരകൾ തന്നെയാണ്. നമ്മൾ റൗണ്ട് ഓഫ് 16 ഇതിപ്പോൾ നടക്കുന്നത്. നമ്മുടെ അസ്ട്രക്ക സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. മെക്സിക്കോൻ്റെ ഹോം ഗ്രൗണ്ടാണ്, മെക്സിക്കോൻ്റെ ഭാഗ്യ ഗ്രൗണ്ടാണ്. അപ്പോൾ എന്താകുമെന്ന് നമുക്ക് നോക്കിയിരുന്ന് നമുക്ക് കാണാം. നാളെ രാവിലത്തെ കളിയിൽ എന്തായാലും കടുത്ത പോരാട്ടം തന്നെയായിരിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. ഇംഗ്ലണ്ടിന് കടുത്ത വെല്ലുവിളി തന്നെ മെക്സിക്കോ ഉയർത്തുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം അമ്മാതിരി ടീമാണ് മെക്സിക്കോയും. സ്വന്തം നാട്ടിൽ കളിക്കുന്നതിൻ്റെ ഒരു ധൈര്യമല്ല, ഒരു സപ്പോർട്ട് ടീമിൻ്റെ അംഗങ്ങളുടെ
നാടിൻ്റെ സപ്പോർട്ടും അവർക്ക് കളിച്ച് പരിചയമുള്ള നാടും എല്ലാം കൂടി ആകുമ്പോൾ അവർ സപ്പോർട്ടും അതേപോലെ തന്നെ ഇംഗ്ലണ്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വിജയിച്ചേ പറ്റൂ. ഹാരി കെയ്നെ മുൻനിർത്തിയാണ് അവിടുത്തെ ടീം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നല്ലൊരു വിജയം അവർക്കും ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് കരുതാം. നമ്മുടെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇംഗ്ലണ്ട് ജയിക്കും എന്ന് തന്നെയാണ്. 2-1 ഇംഗ്ലണ്ട് ജയിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എൻ്റെ മാത്രം പ്രഡിക്ഷനാണ് ഇത്. ഈ പറയും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ചിലപ്പോൾ മെക്സിക്കോ അട്ടിമറിക്കാൻ സാധ്യത ഒരുപാടുണ്ട്. കാരണം മെക്സിക്കോ അത്രയും മോശം ടീമല്ല. മെക്സിക്കോ അട്ടിമറിച്ചാലും അതിൽ അത്ഭുതമെന്ന് പറയാനില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. കാരണം മെക്സിക്കോ അട്ടിമറിച്ചാലും ഇംഗ്ലണ്ട് അട്ടിമറിച്ചാലും ഈ പറയും പോലെ അത് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സാധനം തന്നെയാണ്. ആ നേരത്തെ മെക്സിക്കോൻ്റെ കളിയും ഇംഗ്ലണ്ടിൻ്റെ ഹാരി കെയ്നെയൊക്കെ ഇവർക്ക് എത്രത്തോളം പ്രതിരോധിക്കാൻ സാധിക്കുമോ എന്ന ഘട്ടത്തിൽ ആശ്രയിച്ചിരിക്കും. അതേപോലെ തന്നെ കറുത്ത കുതിരകളായി ഇവർ മുന്നേറി മെക്സിക്കോ ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കാനും സാധിക്കാതിരിക്കണമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കളി ഭയങ്കര ആവേശം നിറഞ്ഞ കളി തന്നെയായിരിക്കും. നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടുകൂടിയിരിക്കുന്നത്. എൻ്റെ പ്രഡിക്ഷൻ 2-1 ഇംഗ്ലണ്ട് ജയിക്കുമെന്നാണ്. കാരണം ഇംഗ്ലണ്ടിൻ്റെ ഒരു ആരാധകൻ കൂടിയാണ് ഞാൻ. അതുകൊണ്ട് നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കും ഇംഗ്ലണ്ട് വിജയിച്ച് കയറട്ടെ എന്ന്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് ഇനി പിന്നെ കാണാം. അപ്പോൾ നിങ്ങൾക്കുടെ കമൻറ്റ്, അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളെ എത്രയാണ് സ്കോർ പ്രതീക്ഷിക്കുന്നത് എന്ന് നിങ്ങളുടെ പ്രഡിക്ഷൻ എന്നാണ് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.